നമസ്കാരം സുഹൃത്തുക്കളെ. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും എന്ന തരത്തിൽ തമ്പനയിൽ ഇടുകയോ അല്ലെങ്കിൽ ടൈറ്റിൽ കൊടുക്കുകയോ ചെയ്യുന്നൊരു വ്യക്തിയല്ല ഞാൻ. അങ്ങനെ റീച്ചിന് ഇതുവരെയും ശ്രമിച്ചിട്ടുമില്ല. എൻ്റെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയുകയും ചെയ്യാം. എന്നിട്ടും ഞാൻ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു ക്യാപ്ഷനോ തമ്പോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഉള്ളത് തന്നെയാണ്. പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ള മാതാപിതാക്കൾ സത്യം പറഞ്ഞാൽ അമ്പരക്കുകയും ഞെട്ടുകയും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. KT ജലീൽ എന്ന വ്യക്തി കേരളത്തിൻ്റെ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. പിണറായി വിജയൻ്റെ 1ാം ടൈം മന്ത്രിസഭയിലായിരുന്നു അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നത്. ഇപ്പോൾ അദ്ദേഹം നിലവിൽ MLA പോലുമല്ല. പക്ഷേ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് ഒരു പൊതുപരിപാടി ഉണ്ടായിരുന്നു. ഒരു അനുമോദന ചടങ്ങാണ്. അതിലേക്ക് അദ്ദേഹവും പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന് അതിന് ക്ഷണമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു. 10ാം ക്ലാസ്സിൽ A+ കിട്ടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങായിരുന്നു അത്. അവിടെ അദ്ദേഹം പ്രസംഗിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഈ A+ കിട്ടിയ കുട്ടികളെയൊക്കെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി അവരെ കൊണ്ട് എഴുതിക്കുകയും അഡ്രസ്സും പേരും മറ്റുമൊക്കെ എഴുതിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ ബഹുഭൂരിപക്ഷം കുട്ടികളും നല്ല രീതിയിൽ തന്നെ അക്ഷരത്തെറ്റുണ്ട്. ചിലർക്കൊന്നും എഴുതാൻ പോലും അറിയില്ലായിരുന്നു. അപ്പോൾ എന്താണോ എഴുതാൻ അറിയില്ലേ എന്ന തരത്തിൽ ഈ കുട്ടികളെ ശാസിക്കുന്നു. ശരിക്കും പൊട്ടത്തെറ്റൊക്കെ എഴുതി വെച്ചിരിക്കുന്നവരുടെ കുട്ടികളുടെ ചെവിയിൽ അദ്ദേഹം സ്നേഹത്തോടെ, അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയായിരുന്നു മുൻകാലത്ത്, അദ്ദേഹം തന്നെ അത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ചെവിയിൽ ഇങ്ങനെ സ്നേഹത്തോടെ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഹിന്ദി പഠിച്ച വിദ്യാർത്ഥികളോട് അവരെ എഴുന്നേക്കാൻ നിൽക്കാൻ പറയുകയും തുടർന്ന് അവരോട് സംസം എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിക്കുകയും അവർക്ക് അതിൻ്റെ അർത്ഥം അറിയാതെ അവർ മിഴിച്ചു നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊരു വീഡിയോ ആക്കി തന്നെ MSF, അതായത് ഈ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടന പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ ഞെട്ടേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിനെതിരെ, അതായത് KT ജലീലിനെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു. കുട്ടികളെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി സത്യസന്ധമായിട്ട് നിങ്ങൾ പറ, നമ്മുടെ മക്കളൊക്കെ ഇവിടുത്തെ സ്കൂളിലും മറ്റുമൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ, അവരെപ്പറ്റി ആലോചനയുള്ളവരാണ് നിങ്ങളെങ്കിൽ, അവരെപ്പറ്റി ആകുലതയുള്ളവരാണ് നിങ്ങളെങ്കിൽ, യഥാർത്ഥത്തിൽ സത്യം നമ്മൾക്ക് മനസ്സിലാകത്തക്ക തരത്തിൽ ഇപ്പോഴെങ്കിലും, വളരെ താമസിച്ചുപോയി, അതിന് കാരണക്കാരനായ KT ജലീലിനെതിരെയാണോ കേസെടുക്കേണ്ടത്, അതോ അക്ഷരം പോലും എഴുതാൻ അറിയാത്ത കുട്ടികൾക്ക് A+ എങ്ങനെ കിട്ടി എന്നതിനെപ്പറ്റി വിദ്യാഭ്യാസ വകുപ്പിനെ ഒന്നടങ്കം അവർക്കെതിരെ കേസെടുക്കുകയാണോ ചെയ്യേണ്ടത്? ഇനി പറ നിങ്ങൾ. ഇതിപ്പോൾ KT ജലീൽ എന്നൊരു വ്യക്തി ഇങ്ങനെ പരസ്യമായിട്ട് ഈ A+ കിട്ടിയ കുട്ടികളെ കൊണ്ട് എഴുതിക്കാൻ നോക്കുന്നു, അവർ പൊട്ടത്തെഴുത്ത് എഴുതി വെക്കുന്നു, എന്തോടോ അക്ഷരം പോലും അറിയില്ലേ എന്ന് ചോദിക്കുന്നു. ഇതൊക്കെയാണ് ആ കുട്ടികൾക്ക് അപമാനമായി തോന്നിയത്, അല്ലെങ്കിൽ അങ്ങനെ കണക്കാക്കിക്കൊണ്ട് ബാലാവകാശ കമ്മീഷൻ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ശരിക്കും ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടത്? കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിച്ചത് ഇടതുപക്ഷമാണെന്ന് ഓർക്കണം. അതായത് 2016 1ാം ക്ലാസ്സിൽ ചേരുന്ന വ്യക്തി 2026 ആകുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങണം. അതായത് അവരുടെ ഭരണകാലഘട്ടം 10 വർഷം. ആ 10 വർഷവും വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചതാരാണ്? അപ്പോൾ ഇത് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ആരാണ് അതിൻ്റെ ഉത്തരവാദികൾ? ഇപ്പോഴത്തെ സർക്കാരും ഒരു പരിധിവരെ അതിൽ ഉത്തരവാദികളാണ്. കാരണം 2016 മുമ്പും അവരാണല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണല്ലോ ബാക്കി കാര്യങ്ങൾ കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളെ അക്ഷരം പോലും എഴുതാൻ അറിയാത്ത പരുവത്തിൽ പഠിച്ച് ഇറക്കി വിട്ടിട്ട്, ഇത് കേരളം നമ്പർ 1 ആണ്, വിദ്യാഭ്യാസത്തിൽ ഉന്നത നിലവാരമാണ്, ആഗോള നിലവാരത്തിൽ തന്നെയാണ് എന്നൊക്കെ തള്ളിമറിക്കുകയും കൂടെ ചെയ്യുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്തോ നമ്മുടെയൊക്കെ ദൈവാനേരം കൊണ്ടായിരിക്കാം ഇയാൾക്ക്, മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആൾക്ക്, ഇങ്ങനെയൊക്കെ ചോദിക്കാനും കുറേ സത്യമെങ്കിലും ആളുകൾക്ക് മനസ്സിലാക്കാനും പറ്റിയത്. A+ കിട്ടിയ കുട്ടികൾക്ക് എഴുതാൻ അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം എന്താണ് എന്ന് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ടും ആ മനുഷ്യനെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു. കുട്ടികളെ പൊതുവേദിയിൽ അപമാനിച്ചു എന്ന് പറഞ്ഞു. ഒരുപക്ഷെ അദ്ദേഹം ഈ ചെവിക്ക് പിടിച്ചതിനെ ആയിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അദ്ദേഹം തന്നെ പറയുന്നു, 16 വർഷത്തോളം ഞാൻ അധ്യാപകനായിട്ടിരുന്നിട്ടുണ്ട്, ആ സമയങ്ങളിലൊന്നും ഞാൻ ഒരു കുട്ടീനെയും ഇതുപോലെ ശാസിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇവിടെ പോലും സ്നേഹത്തോടെയാണ് ഞാനത് ചെയ്തത്, കുട്ടികളും അത് ആസ്വദിച്ചു എന്ന് പറയുന്നു. അവിടെ പക്ഷേ ഈ MSFകാർ രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണം ഉണ്ടാക്കി ഇദ്ദേഹത്തിനെതിരെ ഒരുപക്ഷെ കേസെടുത്തതാവാം, അല്ലെങ്കിൽ അവരുടെ സർക്കാർ ഈ ബാലാവകാശ കമ്മീഷനെ കൊണ്ട് കേസെടുപ്പിച്ചതാവാം. എന്തായാലും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെതിരെ അല്ല കേസ് വരേണ്ടത്, അദ്ദേഹത്തിനെതിരെ കൂടി കേസ് വരണം. കാരണം അദ്ദേഹം കൂടി ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായിരുന്നല്ലോ 5 വർഷം. അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ ഈ കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും അതിൻ്റെ ഉദ്യോഗസ്ഥരും അതിൻ്റെ അധ്യാപകരടക്കമുള്ളവർക്കെതിരെയല്ലേ കേസെടുക്കേണ്ടത്? അല്ലാതെ KT ജലീൽ എന്നൊരൊറ്റ വ്യക്തിക്കെതിരെയാണോ? അദ്ദേഹം ഇങ്ങനെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഏത് നേരത്ത് അങ്ങനെ ചെയ്യാനും പറയാനും തോന്നിയോ എന്തോ. എന്തായാലും ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം എന്തെന്ന് നമുക്ക് മനസ്സിലായി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. പക്ഷേ കേസെടുക്കേണ്ടത് അദ്ദേഹത്തിനെതിരെയല്ല, ഇപ്പോഴും പറയുന്നു വിദ്യാഭ്യാസ വകുപ്പിനെതിരെയാണ്. ഇതുപോലെ അക്ഷരാഭ്യാസമില്ലാത്ത കുട്ടികളെ പടച്ചു വിട്ടിട്ട് A+ കൊടുത്തിട്ട് നമ്മൾ വിദ്യാഭ്യാസത്തിൽ നമ്പർ 1 ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് ആദ്യം മനസ്സിലാക്കുകയും അത് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് നമ്മൾ പ്രബുദ്ധരായ മലയാളികൾ തന്നെയാണ്.